അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. റവാഹു അൽ ബുഖാരിയു വമുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹി. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഈ അനുഗ്രഹീതമായ ദിവസത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഓരോ വിശ്വാസിയായ ഞാനും നിങ്ങളുമൊക്കെ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നോമ്പുകാരനാകേണ്ടുന്ന ഞാനും നിങ്ങളുമൊക്കെ അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും ആ ദുആ അല്ലാഹു ഖബൂലാക്കുകയും ഇന്ന് സിഹ്ഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ആ ഒരു ദിവസത്തിന്റെ അർദ്ധഭാഗം തറാവീഹ് നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുകയും ചെയ്തു. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് ഖബൂലായ അമലായി സ്വീകരിക്കട്ടെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക. അത്താഴം എന്ന് പറഞ്ഞാൽ നിർവഹിക്കപ്പെടുന്ന ഇബാദത്തിന്റെ തുടക്കമാണത്. അത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ശീലവുമാണ്, സമ്പ്രദായവുമാണ്, അവരുടെ ചര്യയാണ്. ഏത് രംഗത്തായിരുന്നാലും ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന ആ ഫിർഖത്തിനോട് അക്ഷരാർത്ഥത്തിലും ആശയതലങ്ങളിലും അഭേദ്യമായ അനൈക്യം ഉണ്ടാകുക തന്നെ വേണം. ഒരിക്കലും അവരുമായി സമരസപ്പെട്ടു പോകാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസിയുടെയും നെഞ്ചിൽ തട്ടി തൊട്ടുണർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശാപപ്രാർത്ഥന അവർക്കെതിരാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളുമായാണ്. അഹ്ലു കിതാബുകാരെന്നാണ് അവരെ ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ പോലും ഇത്രയധികം ഡേഞ്ചറസ് എന്ന് പറയാവുന്ന മറ്റൊരു വിഭാഗവും ഇല്ല. അവർക്ക് വിപരീതമാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തുടക്കത്തിലൊക്കെ നമ്മുടെ ഉമ്മമാര്, പെങ്ങന്മാര്, വീട്ടിലുള്ള ആളുകളൊക്കെ അത്താഴം കഴിക്കാൻ വലിയ ഉത്സാഹം കാണിക്കാറുണ്ട്. നമ്മളും അങ്ങനെ തന്നെ. പിന്നീട് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആ ഒരു സമയത്ത് അതിനെ അത്ര വലിയൊരു ഗൗരവത്തിൽ എടുക്കാറില്ല. അങ്ങനെ അവർ നോമ്പ് പിടിച്ച് പോവുക. അങ്ങനത്തെ ഒരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കരുത് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്താഴം വൈകിപ്പിക്കുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. പഴയൊക്കെ കാലത്ത് ഒരു 3 മണിക്കൊക്കെ നീറ്റ് വെച്ചുണ്ടാക്കി തിന്ന് കിടന്നുറങ്ങിയൊരു ശീലമൊക്കെ ഉണ്ടായി നമ്മുടെയൊക്കെ പഴയ കാലത്ത്. ഇന്നിപ്പോ സംവിധാനങ്ങളൊക്കെ കയറി വന്നു. അപ്പൊ എത്ര ഗ്യാപ്പ് ഉണ്ടാകാൻ റസൂലുള്ളാഹി സുബഹി നിസ്കാരത്തിന്റെയും ഈ അത്താഴത്തിന്റെയും ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു 50-60 ആയത്ത് ഓതുന്നതിന്റെ ഇടയിലുള്ള സമയം. ആ സമയത്ത് എന്തൊക്കെ ചെയ്യാം? പല ദുശ്ശീലങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ കാണാം നോമ്പ് തുറക്കാൻ നേരത്ത് ഈത്തപ്പഴം കൈ പിടിച്ചിട്ട് നല്ല ബാത്റൂമിലേക്ക് പോകണം. എന്തിനാ? 2 പഫ് വിടാൻ. അതൊക്കെ അവസാനിപ്പിക്കണം. ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അതിനോടൊക്കെ യാത്ര പറയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ പള്ളിയുടെ കാലിലേക്ക് ഒരു സ്റ്റെപ്പ് കാലിലും മറ്റൊരു സ്റ്റെപ്പ് ഇങ്ങനെ ആക്കി 2 പേരുടെ അടിയിൽ ഇതുമായിട്ട് വെത്തില മുറുക്കുന്ന ആൾക്കാർ, മറ്റു പലതും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്യാപ്പ് കിട്ടിയാൽ അതൊക്കെ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി. ഞാനും നിങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് സമയം ഒരല്പം കൂടി 2 മിനിറ്റ് കൂടി കണ്ടെത്തുക. തീരുമാനിക്കേണ്ടത് ഒരു വലിയ തീരുമാനമുണ്ട്. എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയ ഇന്ന് ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്തൊരു മേഖലയാണ് എന്നുള്ള നിസ്തർക്കം. എന്നിരുന്നാൽ പോലും അത്യാവശ്യ ഘടകങ്ങൾ അല്ലാത്തതിൽ അനാവശ്യമായ മേഖലകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഒരു റമദാൻ നമ്മൾ തീരുമാനിക്കണം. പല ആപത്തുകളും നാടിന്റെ നാനാഭാഗത്ത് നമ്മൾ മെയിൻ വില്ലൻ എന്ന് പറയുന്ന 3 കാരണങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. ഒന്ന്, 18 വയസ്സായതിന് പൂർത്തിയായ അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക എന്നുള്ളൊരു വലിയ പാതകം. മറ്റൊന്ന്, +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വവും ചോദിക്കുന്ന കാശ് മുഴുവൻ കൊടുക്കുക എന്നുള്ള മറ്റൊരു ദുരന്തം. വേറൊന്ന്, അവനവന്റെ മക്കളെ ഇപ്പോഴും വിയർപ്പിന്റെ ഗന്ധം എന്താണെന്നറിയാത്ത മാതാപിതാക്കൾ ജീവിക്കുന്നു എന്ന മഹാദുരന്തവും. അവരൊക്കെ നമ്മൾ നെഞ്ചിലിട്ട് വളർത്തിയതാണ്. അവരുടെയൊക്കെ ചെറിയിൽ കൂടി പല്ല് തേക്കാത്ത മണം നമുക്കൊരു വലിയ പ്രയാസമായി തോന്നാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളർന്നു വലുതായപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ടാക്കി. അതുകൊണ്ടെന്തായി? മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോയി. വലിയൊരു വില്ലൻ ഈ സോഷ്യൽ മീഡിയകളാണ്. ഇന്നലെയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 15 വയസ്സ് ഇന്ന് പുലർച്ചെ
ആ കുട്ടി മരിച്ചു. എന്തിന്റെ പേരില്ല? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രായമായ ആളുകളും അതുപോലെ തന്നെ യുവാക്കളായ ആളുകളും തീരുമാനിക്കേണ്ടത്, ഒന്ന്, സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ മാത്രം ഉപയോഗിക്കുകയും അനാവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഇരിക്കുകയും ചെയ്യുമെന്നൊരു തീരുമാനത്തിലെത്തുക. പ്രത്യേകിച്ച് അത്താഴത്തിന്റെ സമയമുണ്ടല്ലോ അല്ലെങ്കിൽ അത്താഴം കഴിഞ്ഞ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ കൂടരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ സൂറത്ത് ദാരിയാത്തിലെ 18-ാമത്തെ ആയത്ത് ഓതി തന്നിട്ട് പറഞ്ഞു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ സമയത്ത് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ബാങ്ക് കൊടുക്കുന്നവരെ സമയമുണ്ട്, ഒന്ന് കിടന്ന് കണ്ണു ചിമ്മാൻ അത്ര പ്രായവും ശാരീരികമായ അവശതയുള്ള ആൾക്കാർക്ക് ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതില്ലാത്ത ആളുകൾ, തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ, ഖിയാമുൽ ലൈൽ ശീലമാക്കിയ ആളുകൾ, വിത്ർ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ആ സമയത്ത് സന്ദർഭത്തിലുമൊക്കെ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഖുർആൻ ഓതാം, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ തൗബ ചെയ്യാനുള്ള സമയമായി ഇതിനെ കണ്ടെത്തണം. ഒന്ന്, അതാണ് പ്രധാനപ്പെട്ടത്. രണ്ടൊന്ന്, അത്താഴം കഴിക്കുക എന്നല്ല. എന്തുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് കൊണ്ട് തുടങ്ങണം. അള്ളാഹുവിന്റെ ബറക്കത്ത് നമുക്ക് ആവശ്യമാണ്. ഏതുവരെ? എല്ലാ രംഗത്തും ഈ ബറക്കത്ത് കൊണ്ട് തുടങ്ങിയാൽ അയാൾക്ക് അത് അന്തം വരെ ബറക്കത്തായി തീരും. അങ്ങനെ ഒരു ബറക്കത്തിന്റെ, റഹ്മത്തിന്റെ ഒരു മാസമാണ് നമ്മൾ വന്ന് മൂടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ചിറകിൽ ഒളിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അവസരത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.